ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരുവും ചീരയും വെച്ചിട്ടുള്ളൊരു തോരൻ കറിയാണ്. അതിനുവേണ്ടി നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വാരി വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണ് കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിന് തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ഒരു പാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊരു അരപ്പാത്രം വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചക്കക്കുരുവിൻ്റെ വേവ് പലതരത്തിലാണ്, അതുകൊണ്ട് നമ്മളത് വെന്തോ ഇല്ലയോ എന്ന് ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. പിന്നെ നമ്മളൊരു 5 കാന്താരി മുളകാണ് കേട്ടോ. കാന്താരി മുളക് ഒരമുറി, വലിയ സവോളയുടെ ഒരമുറി സവോള എടുത്തിട്ടുണ്ട്. ഈ ചക്കക്കുരുവിന് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളിത് ഇടയ്ക്കൊന്ന് വെന്തോ വെള്ളം പറ്റിയോ എന്നൊക്കെ നോക്കണം. അന്നേരം പറ്റിയിട്ടുണ്ടെങ്കിൽ, വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളമേ പിന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ ഈ ചക്കക്കുരു ഈ വെള്ളത്തിന് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയായിരുന്നു കേട്ടോ. അതനുസരിച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഒരു 20 മിനിറ്റും കൊണ്ട് നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. നമുക്കിത് ചീരയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കേണ്ടതാണ്. ആ ടൈമിൽ നമുക്ക് ഉപ്പുണ്ടോ, ഇത് വെന്തോ, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചീരയ്ക്ക് വേവ് തീരെ കുറവാണല്ലോ, ഇലക്കറികൾക്കൊക്കെ വേവ് കുറവാണല്ലോ. ഇതൊന്ന് ജസ്റ്റ് ആവി കയറുമ്പോഴേ ചീര വേകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിട്ടൊന്ന് ഇളക്കി ഇതിനാവശ്യമായി നമ്മൾ ഒരു 1/4 മുറിയോളം തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ നന്നായിട്ട് ഒന്ന് ഒതുക്കിയെടുത്തതാണ്. തേങ്ങ തന്നെ ഒതുക്കിയെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ്, മാക്സിമം ഒരു 8 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചീര നന്നായിട്ട് വെന്ത് കുക്കായി കിട്ടുവേ. ആ ടൈം വരെ നമ്മളിതൊന്ന് മൂടി വെച്ച് ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി നോക്കണം കേട്ടോ. ഇത് അടി പിടിക്കാതെ നമ്മളിത് ഇളക്കി യോജിപ്പിക്കണം. കാരണം നമ്മളിത് നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ നമ്മളിതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളിത് ഒരു 3 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കും. നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ഒക്കെ നമ്മുടെ കറിയിലേക്ക് ഇറങ്ങി നല്ലൊരു സ്മെല്ലൊക്കെ വരും. അതിനുവേണ്ടി നമ്മളൊരു 3 മിനിറ്റ് ഇത് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. വേവിക്കുമല്ല, നമ്മൾ ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായ ഒരു കറിയാണ്. നമ്മളിതിലേക്ക് വേറെ ഒത്തിരി ഒന്നും ചേർത്തിട്ടില്ല. ചെയ്യാത്തവരെല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.